മറയൂരിൽ നിന്ന് പോകുന്ന റോഡാണിത്. പക്ഷേ ഈ വഴി അത്ര സുഖകരമല്ല. കുറേ ഗട്ടറുകളുണ്ട്, കുറേ പേച്ചടച്ച സ്ഥലങ്ങളുണ്ട്. സുഖകരമായ ഒരു യാത്ര ആവില്ല എന്നൊരു പ്രതീക്ഷ. ഏതായാലും പോയി നോക്കാം. കാന്തല്ലൂർ കാണുക എന്നത് നമ്മുടെ വലിയൊരു ലക്ഷ്യമാണ്. ഇന്നലെ കണ്ട മല ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. ആ മലയുടെ ചുറ്റിപ്പറ്റിയുള്ള യാത്ര തന്നെയാണ് ഇനിയുള്ളത്. ഇത് റോഡ് വളരെ മോശമായിട്ടോ. റോഡ് നല്ല റോഡാണ്, നല്ല സൂപ്പറായിട്ട്. ഒരു വീട് ഉണ്ടോ, നല്ല രസമല്ലേ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്, മുന്നിൽ മലകളുണ്ട്. ഒരു ചെറിയൊരു പാലം കടന്നിട്ട് പോകണം കേട്ടോ. ചെറിയൊരു അരുവി ഇങ്ങനെ ഒഴുകുണ്ട്, അതിൻ്റെ മുകളിലൂടെയുള്ളൊരു പാലം കടന്നിട്ടാണ് പോകേണ്ടത്. ഇവിടെ ഒരു വെളിയിട വിസർജന വിമുക്തമായ കാന്തല്ലൂരം ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട്. ബാത്റൂമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് എന്ന് തോന്നുന്നു. ഇതേത് അങ്ങാടി? ഇതാണ് കോവിൽക്കടവ്. കോവിൽക്കടവിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു അങ്ങാടിയാണ് കേട്ടോ. അതിലൂടെ ഇങ്ങനെ റോഡ് ഇപ്പോഴും പഴയ ഒരു മോശപ്പെട്ട റോഡ് തന്നെ. റോഡ് റെഡിയായി കിട്ടണം, നല്ല സുഖം. മുന്നിലുണ്ടോ മലകൾ, പാറകൾ. ഓട്ടോക്കാർ അത്യാവശ്യം ഉണ്ടല്ലോ ഈ അങ്ങാടിയിൽ. ഓട്ടോറിക്ഷക്കാർ തിരിഞ്ഞിട്ടേ നോക്കുള്ളൂ. അത് മലപ്പുറത്തായാലും മൂന്നാറിലായാലും ഇടുക്കിയിലൊക്കെ അങ്ങനെ തന്നെ. ഒരു പള്ളിയുണ്ട് കേട്ടോ, ജുമാ മസ്ജിദ് നിരിച്ചാണ്. നമ്മളിങ്ങനെ ഒരു കയറ്റം കയറുകയാണ്. കുറേ ആദ്യം കുറേ കയറ്റം കയറി, പിന്നെ കുറച്ച് ഇറങ്ങി, ഇനി വീണ്ടും കയറ്റാണെന്നാണ് തോന്നുന്നത്. റോഡ് അത് പോരാ. വലതുഭാഗത്ത് നല്ല മല, കുന്നുകൾ, സൈഡിലൊക്കെ ചെറിയ വീടുകൾ. ഇവിടെ എന്തൊക്കെയൊരു ഫാക്ടറി എന്തോ ഉണ്ട്. ചെറിയ ചെറിയ വീടുകളും ഇടയ്ക്ക് വലിയ അതുപോലെ തന്നെ കാറൊക്കെ ഉള്ള വീടുകളുണ്ട്. ഇതുണ്ട് ചെറിയ വീടാണ്. അല്ല, ഇതൊക്കെ ചെറിയ ചെറിയ 1-2 റൂമുള്ള വീടുകളാണ് ഇവിടെയൊക്കെ. ഇവിടെ എന്തോ അതൊരു വീടാണല്ലേ. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസാണ് കേട്ടോ അവിടെ. ഇന്നലെ നമ്മളൊരു ഫോറസ്റ്റ് ഓഫീസറെ കണ്ടില്ലേ. ഇവിടെ ഒരു പാഹുണ്ട് കേട്ടോ. എൻഡോർക്കാണ് പോണത്, പഴയ എൻഡോർക്ക്. കയറ്റാണ്, ചെറിയ റോഡുമാണ്, കാട്ടിലൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ. എന്താ പോക്ക്. തണുപ്പില്ല കേട്ടോ, കുറഞ്ഞൊരു ചൂട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയായതുകൊണ്ടാണ് ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ അറിയില്ല. ഈ പാറമ്മൊരു ചെടി ഇരിക്കണുണ്ടോ, സൂപ്പറല്ലേ. വലതുഭാഗത്ത് കാഴ്ച നോക്കി. പാറൻ്റെ അടിയിൽ കൂടെ ഒരു റോഡാട്ടോ. ഇടതുഭാഗത്ത് നല്ല പാറയാണ്, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു റോഡ്. നല്ല കാറ്റാട്ടോ, പെരും കാറ്റ്. അല്ല, ഈ വളവുണ്ടോ, പെരും വളവ. ഈ പാറനെ ചുറ്റിയിട്ടാണ് ഈ റോഡ് ഇങ്ങനെ പോണത്. കണ്ടോ, വലിയ പാറയാണ്. ഇതിനെ ചുറ്റിയിട്ടാണ്. നമ്മൾ നേരത്തെ കണ്ട പാറ ഇതാണോ അറിയില്ല, പോയി നോക്കിയതായാലും. ഇതുവരെ നമ്മുടെ സൈഡ് ഭാഗത്തൊക്കെ തേയിലത്തോട്ടങ്ങളായിരുന്നു. ഇപ്പോൾ വലിയ പാറയാണുള്ളത്. തേയിലത്തോട്ടങ്ങളും പൈൻ ട്രീകളും കവുങ്ങുകളൊക്കെ ആയിരുന്നു ഇതുവരെ നമ്മുടെ സൈഡിൽ ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നിതാ വലിയ പാറ. ഇടതുഭാഗത്ത് നല്ല സീനറി. എൻ്റെ ഇടതുഭാഗത്ത് കണ്ടോ, ആ പാറൻ്റെ മേലെ കൂടെയുള്ള റോഡാണ് കേട്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരു പാറ ഇങ്ങനെ റോഡാക്കിക്കുക, ചുറ്റി വളഞ്ഞ്. ആനക്കോട്ടപ്പാറ പാർക്ക്. അവിടെ കുറേ ആൾക്കാർ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, ടൂറിസ്റ്റുകാർ. കേരള വന്യജീവി വനം വകുപ്പ്. എക്കോ ഷോപ്പൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ എക്കോ ഷോപ്പ് ഗവൺമെൻറ് റണ്ണാണോ അറിയില്ല. കാന്തല്ലൂർ പോണ വഴിയിലേ കുറച്ച് പോന്നിട്ട് ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞ് 2 കിലോമീറ്റർ പോയാൽ ഒരു വാട്ടർഫോൾ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പം അവിടെ നിന്ന് പോയിട്ട് നമുക്ക് കാന്തല്ലൂർ പോകാം. റോഡൊക്കെ വളരെ കഷ്ടമാണ്. ഈ പൂവുണ്ടോ, ഇത് അടിയിലേക്കാണല്ലേ എങ്ങനെ നിൽക്കണേ. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് അതിൻ്റെ ഒരു കമ്പ് കൊണ്ടുവന്ന് വീട്ടിൽ കൊടുത്തതാണ്. ഉമ്മാക്ക് ചെടി കിട്ടിയാൽ മതി. ഓ, ഗട്ടർ റോഡാണ് കേട്ടോ, അതുപോലെ ഗട്ടറാണ്. ആഹാ, അവിടെ തെങ്ങ് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഇവിടെ മൂന്നാറിൽ വന്നിട്ട് കവുങ്ങ് നേരത്തെ കണ്ടു, ഇപ്പം തെങ്ങും കണ്ടു. വെള്ളം ഇങ്ങനെ വരുന്നുണ്ടോ, ഏതൊരു മലയിൽ നിന്ന് വരുന്ന ഫ്രീ ആയിട്ടുള്ള വെള്ളമായിരിക്കും. നമ്മളോടൊക്കെ അങ്ങനെ വെള്ളം പോകണണ്ടാൽ ഭയങ്കര പ്രയാസമല്ലേ.
ഇവിടെ ഫ്രീ ആയിട്ട് മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വരുന്ന ആളാണ്. ഇവിടെ എവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്. ഏതായാലും പോയി നോക്കുക. നല്ലൊരു വളവാണ് കേട്ടോ. എവിടെ നിർത്തിയാണ്? ഇവിടെ ഉണ്ട് എന്തെങ്കിലും? പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. അവളുടെ മറ്റേ ടീമിനെ വെയിറ്റ് ചെയ്താണ്. അങ്ങനെ നിർത്തിയപ്പോൾ അവിടെ എന്തെങ്കിലും കാണാണ്ടേ. നല്ല കുത്തനെ വളവ് കറക്കമാണ് കേട്ടോ. അതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ കയറി പോരണല്ലോ. എന്താ പറയുക, ഇടക്കടവ്, പാമ്പൻപാറ, കാന്തല്ലൂർ ഗ്രാൻഡ്. പാമ്പൻപാറയ്ക്ക് നേരെ ഇടക്കടവയ്ക്ക് ഇടത് ഭാഗത്ത്. വെള്ളച്ചാട്ടം എങ്ങോട്ടാണാവോ? ആരോടെ പോയി ചോദിക്കുക? ഓ നേരെ ആ ചേട്ടന്മാർ പറഞ്ഞു തന്നു. ഇങ്ങോട്ടാണ്. നമ്മുടെ കൂടെ വേറെ 2 ബൈക്ക് റൈഡേഴ്സും കൂടി ഉണ്ട് കേട്ടോ. അവരും ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാം. റോഡിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. നമുക്ക് പുതിയൊരു യാത്രാ പ്ലാൻ ഉണ്ട് കേട്ടോ. കൊറോണ ഒന്ന് കഴിയട്ടെ. നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ആകുമ്പോൾ നമ്മൾ പുതിയൊരു പ്ലാൻ ഇടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സപ്പോർട്ട് വേണം. മിക്കവാറും ബൈക്കിൽ തന്നെ ആയിരിക്കും. സ്പോൺസേഴ്സ് കിട്ടുകയാണെങ്കിൽ ഉഷാറാവും. നോക്കുക. കുറേ നേരമായി ഇങ്ങനെ അടിക്ക് പോയിക്കൊണ്ടിരിക്കണേ. ഇവിടെ ഒരു ഇതുണ്ടല്ലോ, ഇടക്കടവ് പാളപ്പെട്ടി. അതന്നെ ആയിരിക്കും. അവരങ്ങനെ പോകുന്നുണ്ട്. ചോദിക്കാനാ? നേരെ തന്നെയാണ്. ഈ നിരീശ്വരവാദികളൊക്കെ ജസ്റ്റ് ഇതിലൊന്ന് യാത്ര ചെയ്താൽ മതിയല്ലോ. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കണ ഒരാളില്ലാതെ പിന്നെ അതെങ്ങനെ ഉണ്ടാക്കുക? എന്തൊരു പൊട്ടന്മാരാണ്. അതുകൊണ്ടാണ് യാത്ര ചെയ്യാൻ പറഞ്ഞത്. ഇതിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്ന് കാണുമ്പോൾ ഇങ്ങനെ അത്ഭുതം തോന്നും. അവസാനം നമ്മളവിടെ എത്തി. കണ്ടോ, സൂപ്പർ വെള്ളച്ചാട്ടം. അവിടെ നിന്ന് ഇങ്ങനെ വരികയാണ് കേട്ടോ. വന്ന് ഇങ്ങനെ അങ്ങോട്ട് വരിക. സൂപ്പറല്ലേ? എൻ്റെ അമ്മോ, മാഷാ അല്ലാഹ്, എന്ത് രസമാണല്ലേ. ആ പാറൻ്റെ മുകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളമായിരിക്കും. അതിങ്ങനെ വരിക. ഇനി അങ്ങോട്ട് ആ പാറൻ്റെ മേലൊന്നും വെള്ളം ചാടുന്നുണ്ട് ചെറിയ രൂപത്തിൽ. ഇങ്ങോട്ട് വലിയ പാറയാണ് കേട്ടോ. ഇവിടെ അടിഭാഗം. അവിടെ ആ പാറൻ്റെ മേലിന് വെള്ളം ചാടുന്നുണ്ടോ? അവിടെ കുറേ ലേഡീസൊക്കെ ഉണ്ടോണ്ടെങ്കിൽ അവിടെ എടുക്കാൻ നമ്മളെ വണ്ടി ഏതായാലും എല്ലാ ഗട്ടറും കടന്ന് ഇവിടെ എത്തുന്നുണ്ട്. ഒരു പ്രയാസം ഇതുവരെ തോന്നിയില്ല കേട്ടോ. നല്ല കംഫർട്ടബിളാണ്. നമ്മൾ കാന്തല്ലൂർ റോട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമുക്ക് കാന്തല്ലൂർ റോട്ടിലൂടെയാണ് യാത്ര പോകാനുള്ളത്. എന്താ സ്കൂളാണ് കണ്ടിട്ടൊരു സ്കൂൾ മോഡലുണ്ട്. യെസ്, പിയൂസ് നഗർ സ്കൂൾ. ആ പൂക്കളൊക്കെ പൊറുക്കണാണ്, ഫോട്ടോ എടുക്കണേ. എന്തൊരു കായ്, എന്തോ ഒരു ചോപ്പ് സാധനമാണല്ലോ. ഇവിടെ ആരുമില്ല ഒന്ന് ചോദിക്കാൻ. ഉണങ്ങിയ മരമാണ്. അല്ല, വള്ളിമേലാണ് ഉണ്ടാണല്ലേ. വേറെ വള്ളിയുണ്ട്. ഓരോ ചെടികളുണ്ടോ സൈഡിൽ കൂടെ. ചെമ്പരത്തിയാണ്. വേറെ രസമല്ല ചെമ്പരത്തി. തണുപ്പടിക്കാൻ തുടങ്ങി കേട്ടോ. ചെറിയ രൂപത്തിലുള്ള തണുപ്പ് ഇങ്ങനെ അടിക്കുന്നുണ്ട്. കണ്ടോ, ഒരു ഓവ് കൂടെ ഇങ്ങനെ നല്ല വെള്ളം ചാടി വരുന്നതാണ്. ഇതൊക്കെ ചെറിയ കടയുണ്ട്, പക്ഷെ ഒന്നും തുറന്നിട്ടില്ല. അത് കടയാണ്. ഒക്കെ അടച്ചിക്കാം. ഈ
സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം വരുന്നതാണ്. ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ലാത്ത റോഡായിട്ടോ. സബ്രൈസറൊന്നുമല്ല, എന്നാലും പുതിയ ടാറിങ്ങാന്ന് തോന്നുന്നത്. സൈഡിൽ പാറകൾ തന്നെയാണ്. പാറയുടെ ആണോ ഒരു ചെടിയുണ്ടോ അവിടെ? നല്ല രസമല്ലേ? ഇത് അവിടെയൊക്കെ ഉണ്ട്. ഇത് നല്ലതുണ്ട്. പാറമ്പുണ്ടാണോ എന്നറിയില്ല. ഞാൻ നേരത്തെ കുറേ കണ്ട്. പൈൻ മരങ്ങളുണ്ടോ? നല്ല രസമല്ലേ? കുറച്ച് തണുപ്പ് കൂടിയിട്ട് അടിയിൽ കുറച്ച് ചൂടായിരുന്നു. ഇപ്പോൾ കയറ്റം കയറുന്നിടത്തോളം തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ പൈൻ മരങ്ങൾ വെട്ടിയിട്ട് ലോഡാക്കുകയാണ് കേട്ടോ. കണ്ടോ? ഒരുപാട് പണിക്കാരുണ്ട്. ഇവിടെ ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇറങ്ങണില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ടുപോവാം. കണ്ടോ? ഈ വലിയ വളം കണ്ടോ? പാറയാണ്. പാറൻ്റെ സൈഡിലൂടെ ഇങ്ങനെ യാത്ര. ഇതൊക്കെ പൈൻ മരങ്ങൾ വെട്ടിയതിൻ്റെ വേസ്റ്റുകളാണ്. നല്ല രസമുള്ള പൈൻ മരങ്ങളാട്ടോ. സൂപ്പറാണ്. ഇവിടെ ഒന്ന് ഫോട്ടോ എടുത്താലൊക്കെ നല്ല രസമുണ്ടാവും. ഞാൻ പിന്നെ ഒറ്റക്കായതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ കഴിയണില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് പോവാം. ഈ വലിയ പാറൻ്റെ അടിയിലൂടെയാണ് റോഡ്. അത് റോഡ്, ഇത് വലിയ പാറ. എന്താല്ലേ? ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇളകിയാൽ മതി, മനുഷ്യൻ്റെ കാര്യം തീരുമാനമാവും. ഇത് പൈൻ മരങ്ങൾക്കിടയിലൂടെയുള്ളൊരു റോഡ്. നല്ല സുന്ദരമായ തണുപ്പൊക്കെ കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു റോഡാണ്. നേരെ വലിയൊരു മല കാണാം. പാറ അല്ല, പാറ തന്നെയാണ് കേട്ടോ. അതിൻ്റെ സൈഡ് കൂടെ ഒക്കെ പാറുണ്ട്, പക്ഷെ മരങ്ങളുണ്ട് അതിപ്പോൾ. ഇവിടെ ചെറിയൊരു അങ്ങാടി. അങ്ങാടിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ കീഴാന്തൂർ. ഒരു ബാങ്കൊക്കെ ഉണ്ട്, ചെറിയൊരു പീടിയുണ്ട്, ആളുകളൊക്കെ നിൽക്കണുണ്ടോ. അങ്ങാടിയിൽ സൊറ പറഞ്ഞിരിക്കുകയാണ്. ചെറിയൊരു പാലം. പാലം ഉണ്ടാകുമ്പോൾ വെള്ളം ഉണ്ടാവും. വെറുതെ പാലം ഉണ്ടാവില്ല, ഇവിടെ വെള്ളം ഉണ്ടാവും. നല്ല രസമുള്ള മരം ഇല്ലാന്ന് തോന്നുന്നത്. ഇതൊക്കെ പൈൻ മരങ്ങളാണ് ഇവിടെ മെയിനായിട്ട്. ആണോ? ഇതൊക്കെ അതാണ് പൈൻ മരങ്ങളാണ്. ഇതൊക്കെ അതിൻ്റെ തടികളാണ്. ഇത് എന്തിനു ഉപയോഗിക്കണമാണോ? ഇതുണ്ടോ നേരത്തെ കണ്ട ബുഷിൻ്റെ ഐറ്റംസിൻ്റെ വേറൊരു മോഡൽ. ഇവിടെ മെയിനായിട്ട് കാന്തല്ലൂർ കാണാനുള്ളത് പിന്നെ കൃഷികളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അയവായി വീട്ടിലുള്ള ചെടി ഉണ്ടോ? നല്ല രസമുള്ള ചെടി. ചെറിയൊരു വീടാണ്, പക്ഷെ നല്ല രസമുണ്ട്. ചെടിയാണ്. വന്നിട്ട് പ്രധാനമായിട്ട് കൃഷികളാണ് കാണാനുള്ളത്. പക്ഷേ ഈ കൊറോണ ആയതുകൊണ്ട് ആരും തോട്ടത്തേക്ക് കയറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ കണ്ടോ വഴിയിൽ വീട്ടിലുള്ള ചെടികൾ കണ്ടോ? നല്ല രസമുള്ള ചെടികളില്ലേ? നമ്മളിപ്പോൾ ഒരു ഉള്ളേരിയയിൽ ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെയാണ് മെയിനായിട്ട് കൃഷികളുള്ളത്. പക്ഷേ അത് പുറത്തുനിന്ന് കാണാൻ കഴിയില്ല, ഉള്ളിലേക്ക് കയറണം. ഉള്ളിലേക്ക് കയറാനിപ്പം തോട്ടക്കാർ ഈ ഒരു സമയമായതുകൊണ്ട് കയറ്റുന്നില്ല. ഇവിടെയൊക്കെ എന്തൊക്കെ കൃഷികളുണ്ട്. എല്ലാം അടക്കപ്പഴം നിൽക്കുന്നുണ്ടോ? സൂപ്പർ അടക്കപ്പഴല്ലേ? അടിയിൽ വീട്ടുകാരുണ്ട്, ചോദിച്ചാൽ കിട്ടോ? ആർക്കും വേണ്ടെന്നാ തോന്നണേ. ഇത് എങ്ങോട്ടാണാവോ? സ്കൈ വാലി ഹോം സ്റ്റേ എന്ന് തോന്നുന്നു. ഇതൊന്നുമില്ല, കാണാൻ കഴിയൂല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ തിരിച്ചിങ്ങനെ പോരുകയാണ്. ഇവിടെ കണ്ട ഓരോ അവസ്ഥ. ചെറിയ ചെറിയ വീടുകൾ, ചെറിയ വീടുകളാണ്. ഇതുണ്ടാ വീട് ഉണ്ടാക്കുന്നുണ്ട്. എത്ര ചെറിയ വീട് ഉണ്ടാക്കണേ. ഇതിലൊക്കെ ആൾക്കാർ താമസിക്കുന്ന വീടാണ്. ഇതൊക്കെ ഉണ്ടല്ലോ ആ കാട്ടിന്ന് നമ്മൾ നേരത്തെ കണ്ടല്ലേ, ഇത് അടിയിലേക്ക് പോയാൽ ഭയങ്കര കാടാണ്. അവിടുന്ന് വിറകുണ്ടാക്കി കൊണ്ടുവരാം കത്തിക്കാൻ വേണ്ടി. ഇവിടെയൊക്കെ വരുമ്പോഴേ പരിചയമുള്ള ആരെയും കൂട്ടി കൊണ്ടുവന്നാൽ നല്ല സുഖമാണ്. ഇവിടെയൊക്കെ തോട്ടങ്ങളുണ്ട്, പക്ഷെ എന്താ വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു തരുന്നില്ല. അവർക്ക് പൈസ കൊടുക്കണം.
അതും നല്ല പൈസ കൊടുത്താൽ ഓല് എല്ലാം കൊണ്ടുപോയി കാണിച്ചു തരും. പക്ഷേ ആൾക്കാർ പറഞ്ഞു തരുന്നില്ല, സഹകരിക്കുന്നില്ല. ഇതൊക്കെ ആപ്പിളിൻ്റെ തോട്ടങ്ങളും പ്ലമ്മിൻ്റെ തോട്ടങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ കൃഷി വിളവെടുപ്പിൻ്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇലയൊക്കെ കൊഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഒന്നാമത് അതൊരു പ്രശ്നമാണ്. തോട്ടത്തിൽ കയറിയോണ്ട് നമുക്ക് കൂടുതൽ കാണാനൊന്നും സാധനങ്ങളിപ്പോൾ ഇല്ല. അപ്പോൾ നമ്മൾ കാന്തല്ലൂരിൽ നിന്ന് തിരിച്ചു പോരുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഈ സമയത്ത് കാണാനില്ല എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ ഒക്കെ കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞൊരു സമയമാണ്. ഇതൊക്കെ ഓരോ കൃഷിയാണ്, പക്ഷേ അതിൻ്റെയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞൊരു സമയമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാണാനില്ല. പിന്നെ ഉള്ള അതിലേക്ക് തന്നെ ചിലതൊക്കെ ഉണ്ട്. അവിടെ ഈ കൊറോണ ആയതുകൊണ്ട് കയറ്റുന്നുമില്ല. പ്രധാനമായിട്ട് ആ കൃഷികളാണ്, ക്യാബേജ്, അതുപോലെ തന്നെ ഓരോ കൃഷികളുണ്ട്. അതൊന്നും ഇപ്പം കാണാൻ കഴിയൂല. അതുകൊണ്ട് നമ്മൾ കാന്തല്ലൂരിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് മുഖം കയറുക, നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. എന്താ തണുപ്പ് നല്ല തണുപ്പുണ്ട്.